എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 54 ശ്ലോകം 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 13 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ജരാസന്ധനും സംഘവും തോറ്റോടിപ്പോയി. പിന്നെതാ രുക്മിണിയുടെ സഹോദരനായ രുക്മി ഭഗവാനോട് എതിരിടാൻ വരണു, യുദ്ധം ചെയ്യാനായിട്ട്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. രുക്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിഡസഹൻ സ്വസു പൃഷ്ഠതോന്വഗമൽ കൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലി. ആ ശ്രീകൃഷ്ണന്റെ നേരെ അതിഭയങ്കര ദേഷ്യം ഉള്ളവനും ബലവാനുമായ രുക്മി ശ്രീകൃഷ്ണൻ തന്റെ സഹോദരിയെ ഇങ്ങനെ അപഹരിച്ചത് സഹിക്കാൻ വയ്യാതെ ഒരക്ഷൗഹിണി സൈന്യത്തോടുകൂടി ഭഗവാനെ എങ്ങനെ പിന്തുടരുകയാണ്. രുക്മി അമർഷീസു സംരബ്ധ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹു ദംശിത സശരാസന. അങ്ങനെ കൃഷ്ണന്റെ പിന്നാലെ പോണതിനു മുമ്പ് രുക്മി ഒരു പ്രതിജ്ഞ ചെയ്തു. എല്ലാവരും കേൾക്കെ. അപ്പൊ യുദ്ധത്തിന് വേണ്ടതെല്ലാ കവചങ്ങളൊക്കെ അങ്ങോട്ട് ധരിച്ചു. എന്നിട്ട് വില്ലെടുത്ത് പിടിച്ചിട്ട് രാജസദസ്സിൽ വന്ന് അങ്ങോട്ട് നിന്നു. കൈ പൊക്കിക്കൊണ്ട് എല്ലാവരും കേൾക്കെ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യജ രുക്മിണീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യമേതൽ ബ്രവീമിവ. പ്രതിജ്ഞ ചെയ്തത് എന്താണെന്ന് ഇതാ വർണ്ണിക്കുകയാണ്. കൃഷ്ണനെ കൊല്ലാതെ രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെ ഞാനിനി ഈ കുണ്ടിനപുരിയിൽ പ്രവേശിക്കില്ല. ഇത് സത്യം സത്യം സത്യം. ഇതാണ് പ്രതിജ്ഞ. ഇത്യുക്ത്വാരഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വര ചോദയാശ്വാന്യത കൃഷ്ണ തസ്യമേ സംയുഗം ഭവേൽ. ഇങ്ങനെ പറഞ്ഞിട്ട് തേരിലാണ് കയറിയിരുന്നു. എന്നിട്ട് ആ പരിഭ്രമമൊക്കെ ആയിട്ട് സാരഥിയോട് പറഞ്ഞു, ഹേ സൂത, ആ കൃഷ്ണൻ ഇരിക്കുന്ന ദിക്കിലേക്ക് വേഗം കുതിരകളെ വിട്. എനിക്ക് അവനോട് യുദ്ധം ചെയ്യണമെന്നാണ്. അതാണ് എന്റെ ആഗ്രഹം. അദ്യാഹം നിശിതേർബാണേ ഗോപാലസ്യ സുദുർമദേ നേഷ്യേ വീരമദം യേന സ്വസാമേ പ്രസഭം ഹൃത. അവന്റെ ആ അഹങ്കാരം, ഏതു വിധത്തിലുള്ള അഹങ്കാരം കൊണ്ടാണ് അവൻ എന്റെ സഹോദരിയെ ബലാത്കാരേണ അപഹരിച്ചത്. ആ ദുർബുദ്ധിയായ ഗോപാലന്റെ ആ മതത്തെ ഇപ്പോൾ ഞാൻ മൂർച്ചയുള്ള എന്റെ ബാണങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുക. വിട് തേര് അവന്റെ അടുത്തേക്ക്. വികത്തമാന കുമതി ഈശ്വരസ്യ അപ്രമാണവിൽ രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യഥാഹ്വയൽ. ആ മന്ദബുദ്ധിയായിട്ടുള്ള രുക്മി സർവേശ്വരനായ ശ്രീകൃഷ്ണന്റെ പ്രഭാവത്തെ ഒട്ടും അറിയാതെ ഇങ്ങനെ അസംബന്ധമൊക്കെ പറഞ്ഞ് കൃഷ്ണനെ ജയിക്കാൻ വളരെ എളുപ്പം, ലഘുവായിട്ട് ജയിക്കാൻ പറ്റുന്ന വിചാരം. അങ്ങനെ കരുതി മറ്റു പടകളെല്ലാം പിന്നാലെ നിർത്തി. എത്ര എളുപ്പത്തിൽ ജയിക്കാലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ മതി എന്നുള്ള മട്ടില് വലിയ സേനകളെയൊക്കെ പിന്നിൽ നിർത്തിയിട്ട് ഒരു തേര് മാത്രം സഹായമായിട്ട് കരുതിയിട്ട് അതിലിരുന്നു കൊണ്ട് അവിടെ നിൽക്കവിടെ ഓടണം, എവിടേക്കാ നീ ഓടണേ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് കൃഷ്ണന്റെ പിന്നാലെ അങ്ങോട്ട് പാഞ്ഞു. ധനുർവികൃഷ്യ സുദൃഢം ജഘ്നേ കൃഷ്ണം ത്രിഭിശരൈ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. വീലൊക്കെ അങ്ങോട്ട് വലിച്ചു മുറുക്കി 3 ബാണങ്ങൾ കൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് എഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ യതുകുലാധമ, അല്പസമയം അവിടെ നിൽക്ക്. പുത്രയാസി സ്വസാരം മേ മുഷിത്വാ ധ്വാംക്ഷവൽഹവി ഹരിഷ്യേദ്യമദം മന്ദ മായിന കൂടയോധിന.
ദേവന്മാർക്കുള്ള യാഗസാധന ആരും കാണാതെ കൊത്തിക്കൊണ്ട് പറന്നു പോകണ കാക്കയെ പോലെ എന്റെ സഹോദരി അപഹരിച്ചുകൊണ്ട് എവിടേക്കാടാ നീ പോണത്? കള്ള! യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വന്ന മായാവിയായ നിന്റെ മതം ഇപ്പൊ ഞാൻ തീർക്കണുണ്ട്. എന്റെ മുമ്പിൽ അവിടെ നിക്ക്, ഒരു ക്ഷണം നീ അവിടെ നിക്ക്, നിന്നെ ഞാൻ ശരിയാക്കാം. യാവന്ന മേഘതോപാണൈ ശൈധാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ ധനുശ്ചിത്വാ ഷഡ്ഭിർവിവ്യാധരുക്മിണം. എന്റെ ബാണങ്ങൾ കൊണ്ട് ദേഹം മുറിഞ്ഞ് യുദ്ധക്കളത്തിൽ ചത്തു വീഴുന്നതിന് മുമ്പേ എന്റെ സഹോദരിയെ വിട്ടു പോകോ നീ. ഇങ്ങനെ രുക്മി പറഞ്ഞത് കേട്ടപ്പോ ഭഗവാൻ ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് ഉടനെ അവന്റെ ആ രുക്മിയുടെ വില്ല് അങ്ങോട്ട് മുറിച്ചു. 6 ബാണങ്ങളെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതി രുക്മിയെ സ്തബ്ധനാക്കി, അനങ്ങാൻ പറ്റാണ്ടേക്ക്. അഷ്ടഭിശ്ചതുരോവാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭി സജാന്യധനുരാജായ കൃഷ്ണം വിവ്യാധ പഞ്ചഭി. 8 ബാണങ്ങൾ കൊണ്ട് 4 കുതിരകളെയും, 2 ബാണങ്ങൾ കൊണ്ട് തേരാളിയെയും, 3 ബാണങ്ങൾ കൊണ്ട് കൊടിക്കൂറയെയും ഭഗവാൻ എഴുതങ്ങോട്ട് മുറിച്ചു രുക്മിയുടെ. ഉടനെ രുക്മി മറ്റൊരു വില്ലെടുത്ത് 5 ബാണങ്ങൾ കൊണ്ട് ഭഗവാനെ എഴുതു. തൈസ്താഡിത ശരൗഘൈസ്തു ചിച്ഛേദധനുരച്യുത പുനരന്യതുപാദത്ത തദപ്യച്ഛിനദവ്യയ. ആ രുക്മിയുടെ ബാണങ്ങള് ദേഹത്ത് തട്ടിയപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ആ വില്ലും മുറിച്ചു. ഉടനെ രുക്മി മറ്റൊരു വില്ലെടുത്തു, കൃഷ്ണൻ അതും മുറിച്ചു. പരിഘം പട്ടിശം ശൂലം ചർമാസി ശക്തിതോമരൗ യദായുധമാദത്ത തൽസർവം സോച്ചിനൽ ഹരി. പരിഘം, പട്ടിശം, ശൂലം, പരിച, വാള്, ശക്തി, തോമരം ഇങ്ങനെ പേരുള്ള ഓരോ ആയുധങ്ങള് ഉപയോഗിച്ചു രുക്മി. അങ്ങനെ യുദ്ധം ചെയ്തു ഭഗവാനോട്. ഭഗവാൻ ആ വക എല്ലാ ആയുധങ്ങളെയും അപ്പ തന്നെ മുറിച്ചു കളഞ്ഞു. തതോ രഥാദവപ്ലുത്യ ഖഡ്ഗപാണിർജിഘാംസയാ കൃഷ്ണമഭ്യത്രവൽ ക്രുദ്ധ പതംഗൈവ പാപകം. പിന്നെ തേരിൽ നിന്ന് താഴ്ത്തിറങ്ങി കൃഷ്ണനെ ഹിംസിക്കണം, നീ കൊല്ലുന്നെ ഇവനെ എന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി വാളങ്ങോട്ട് ക്രോധം അങ്ങോട്ട് വർദ്ധിച്ചു. എല്ലാത്തിലും തോൽവി സംഭവിക്കല്ലേ. ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് പാറ്റ തീയിന്റെ നേരെ ചാടുന്നത് പോലെ കൃഷ്ണന്റെ നേർക്ക് അങ്ങോട്ട് പാഞ്ഞു ചെന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.